ഇതിൽ നടക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ. അയൽപക്കത്തെ ഇവിടെ എന്ത് മാറ്റം വന്നമ്മേ. ഞാൻ ഇവിടെ കൂടെ വരുമ്പോൾ ഒരു വീട് പോലും പേടിയാവും തന്നെ പോകുമ്പോൾ. അവിടെ നിന്ന് റോട്ടിൽ നിന്ന് എനിക്ക് പക്ഷെ കടിക്കാൻ പറ്റത്തില്ല. കടിച്ചു തരുമോ? അയ്യോ ആരെന്റെ പൊന്നെ ഒരു സൗണ്ട് ചിലവർക്ക് സ്വർണ്ണത്തോടായിരിക്കും, ചിലവർക്ക് നമ്മുടെ കൊല്ലത്തമ്മയ്ക്ക് പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അതുപോലെ ഏലക്കുട്ടിയമ്മയ്ക്കും തേച്ച് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മൂന്നൂരുടെ അത് അവിടെ ഞാൻ മേടിക്കും ഇതിനെ. ഇതിന് വേണ്ട വേറെ ഇല്ല, ഇതിനെ മേടിക്കുള്ളൂ. ഇതാകുമ്പോൾ വീട്ടിനകത്തിട്ട് ഇതിനെ മേടിക്കും. ഹായ് ഫ്രണ്ട്സേ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ മരിച്ചോടത്ത് കുറച്ച് നടന്നു പോകാനുണ്ട് കേട്ടോ. നമ്മുടെ ഒരു റിലേറ്റീവാണ്, അടുത്ത സ്വന്തമല്ലല്ലോ. അപ്പോൾ എന്തായാലും വേഗം പോയിട്ട് വരാം. അപ്പം തേച്ചേച്ചി ഉണ്ടേ, തേച്ചേച്ചി അമ്മ ഞാനും കൂടെ നല്ല വെയിലുണ്ട് കേട്ടോ. ഈ വെയിലത്താണ് ദൈവം കുന്ന് കയറാന്ന് ഓർക്കുമ്പോൾ എനിക്ക് ഒരു മടി. അതാണ് കേട്ടോ. പയ്യെന്നാ മതി. അവിടെ ചെന്നിട്ട് അപ്പം തന്നെ പോരൂലേ? പയ്യെ സെൻ്റർ ആട്ടോ. അത് നമ്മൾ ഇങ്ങോട്ട് കയറാൻ പോവുകയാണ്. ഓക്കെ. അയ്യോ എന്നാൽ ഞാൻ പിറകിലായി, അവർ എൻ്റെ ഒരു ഫ്രണ്ടിലും പോവാട്ടോ. ഇതൊരു കൊല കിടക്കുന്നുണ്ടോ, റോസ്റ്റാ കൊല. നിർത്തി കാണും. വലിയ വലിയ ഓസുകൾ വെച്ചേക്കുന്നത് നമുക്കിവിടെ. അതെ, ജപ്പാൻ കുടിവെള്ളത്തിൻ്റെ. നമ്മള് ആ പയ്യെ നടക്കാം. ഇങ്ങോട്ട് നല്ല സ്പീഡിൽ പോരും, അങ്ങോട്ട് കയറ്റം കയറാനാ പാട്. അയ്യോ ഈ കയറ്റം കയറി അന്ന് കോളേജിൻ്റെ അവിടെ പോകണം. എന്ത് വഴി നടക്കണമെന്നറിയാം, എനിക്ക് പേടിയാണ്. ഒന്നാമത് വഴി നടക്കണമായിരുന്നു. എന്നാ ഓട്ടോ വിളിച്ചു പോയിരുന്നല്ലോ. സാരമില്ല, നടക്കാൻ വാ. ഒത്തിരി ഒന്നും ഇല്ല, ഇച്ചിരി ഉള്ളു. ദേ ഈ ഒരു കയറ്റം കയറി 3-4 വളം. തേജേച്ചി അങ്ങനെ വടിയെടുത്തു. നടക്കുന്ന ഭയങ്കര നടക്കുമ്പോൾ ഭയങ്കര ഒരു ഫീലാട്ടോ. കാരണം 3 വർഷം കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനിതിലെ പോയി വന്നുകൊണ്ടിരുന്നത്. ഡെയിലി നടന്ന് അവസ്ഥ. രാവിലെ എന്ന് വെച്ചാൽ ഒടുക്കത്തെ വെയിലായിരിക്കും. ആ ഒടുക്കത്തെ വെയിലിൽ രാവിലെ ഇതിൽ കയറി ഇങ്ങോട്ട് വരൽ വലിയ കുഴപ്പമില്ല, അത് ആടിപ്പാടിയൊക്കെ വരല്. പക്ഷേ പോകുന്ന സമയത്ത് അയ്യോ എനിക്ക് വയ്യ, ഓർക്കാനേ കഴിയില്ല. കാരണം അതുപോലെ വേർത്ത് കുളിച്ച് ഒരു വഴിയായിട്ട്. പിന്നെ എൻ്റെ കൂടെ പഠിച്ച മറ്റേ ബിബിൻ ചേട്ട ഉണ്ട് കേട്ടോ. ബിബിൻ ചേട്ടയുടെ വണ്ടി ബിബിൻ ചേട്ട ഓട്ടോയും കൊണ്ട് വരുമായിരുന്നു. അങ്ങനെ ചില ദിവസങ്ങളിലൊക്കെ ബിബിൻ ചേട്ടയുടെ ഓട്ടോയ്ക്ക് കയറിപ്പോവും. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, വേദിയിലൊരു വണ്ടി വരണേ. അതൊക്കെ ഒരു ഓർമ്മയാണ് കേട്ടോ. ഇതൊക്കെ പിന്നീട് നമ്മൾ കാണുമ്പോൾ നമുക്കതൊക്കെ പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പയ്യെ നടന്നാൽ മതി, ഒത്തിരി സ്പീഡിലൊന്നും നടക്കണ്ട. കാരണം നല്ല വെയിലുണ്ട്. ഏകദേശം 4 മണി ആയാലും ഇപ്പോൾ പൊതുവേ ചൂടും വെയിലും കൂടുതലാണല്ലോ. പിന്നെ കാറ്റാണ് ഒട്ടും സഹിക്കാൻ പറ്റാത്തത്, ഭയങ്കര കാറ്റ്. ഇപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കൊള്ളാം. അയ്യോ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു വിധമാകും. അപ്പം നമ്മുടെ ഈ സൈഡിൽ കൂടെയൊക്കെ ഉണ്ടല്ലോ റോഡിൻ്റെ, അപ്പോൾ അത് ഇതുപോലെ വിറകുകളൊക്കെ ഉണ്ടാവും. വിറകൊക്കെ ഉണ്ടാവും. നമ്മൾ ഇവിടെ കൂടെ ഒക്കെ വന്ന് പറക്കും കേട്ടോ. നമ്മളല്ല, നമ്മുടെ തേച്ചേച്ചി. ഈ മരത്തിലെ ചെടി കൊണ്ട് മരത്തിലെ പൂ വീണ് കിടക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല രസമുണ്ട്. നിലത്തോടെ ഇങ്ങനെ കിടക്കുന്നതാണ്. ഞാൻ മെല്ല് കപ്പൊക്കെ എടുത്ത് ഇങ്ങനെ വലിച്ചു അടിക്കും.
ഇത് നല്ല കമ്പൊക്കെ പിടിക്കാൻ എനിക്ക് മേടിച്ചെടുക്കണം. ഒരു ദിവസം ഒന്നും വേണ്ട ഇഷ്ടമാതൊക്കെ. അതെ അത് ശരിയാ. നല്ല കാറ്റുണ്ട് കേട്ടോ, അതുകൊണ്ട് വലിയ ക്ഷീണം തോന്നില്ല. ഇവിടെയൊക്കെ നല്ല തണലാ. കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഭയങ്കര ചൂട്, വെയിൽ. നല്ല അടിപൊളി റോഡല്ലേ നോക്കി, നല്ല റോഡ് അങ്ങ് താന്നല്ലേ, ഭയങ്കരമായിട്ടും താന്നു. പറമ്പിലേക്ക് ഇവിടെ മൂർക്കമ്പാമ്പുണ്ട് അമ്പലത്തിൻ്റെ അവിടെ. ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതൊക്കെ എവിടെയാ? ഒരു വിറകിൻ്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കുക കേട്ടോ. അതെ കരിഞ്ഞു കിടക്കുന്നു. അതായത് അമ്പലം കേട്ടോ ആ കാണുന്നേ. നമുക്ക് തിരിച്ചു വരുമ്പോൾ അമ്പലത്തിൽ കയറാം. അമ്പലത്തിൽ കയറാന്നല്ല, അമ്പലത്തിൻ്റെ മുറ്റമൊക്കെ കാണാം. കണ്ടോ, ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ നിന്ന് കത്തും, അതുപോലെ ഉണങ്ങി നിൽക്കുക. പിന്നെ നമ്മുടെ അപ്പുറം മലയൊക്കെ കത്തിയേക്കും കേട്ടോ. കണ്ടോ, ദേ കുറച്ച് ഭാഗം മാത്രം കത്തിയിരിക്കുന്നുണ്ടോ. ഇതേ കുറച്ച് ഭാഗം കത്തിയിട്ട് ഇപ്പുറം ഭാഗത്തേക്ക് കത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ അന്ന് പോയ ഒരു ദിവസം പോയില്ലേ, ആ മല മുഴുവനും ആരോ തീയിട്ടു. ആരോടാ പറയണേ? യൂട്യൂബ് ചാനൽ. ഇത് തെയ്യ ചേച്ചി കേട്ടോ, നമ്മുടെ നെയ്ബർ. അതെ അയൽപക്കത്തെ ചേച്ചി. യാത്ര ചൂട്ടി പോകുന്നതോ? അതെ നടക്കാൻ ഇറങ്ങിയതാ ഈ പൊരിഞ്ഞ വെയിലത്ത്. ഒരു ബുദ്ധിമുട്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാ വെയിൽ കൂടുതൽ. ഇച്ചിരടാ തീ ആരോ ഇട്ടു കേട്ടോ. പക്ഷെ കുറച്ചിടേ പിടിച്ചിട്ടുള്ളൂ. അവിടെ വന്നപ്പോ കരിഞ്ഞു. അമ്പലത്തിന്റെ അതിന് ഇത് തന്നെ തീ പിടിക്കും. ആൾക്കാർ മല തീ ഇടാതെ തന്നെ കല്ല് കൂട്ടി വിളിച്ച് ഓരെടുത്തോ. ഇവിടെ ചാരി വെച്ചാലേ അതെ. അയ്യോ, അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ആട്ടോ നടക്കാം. അതൊക്കെ തിരിച്ചു വരുമ്പോൾ എന്തായാലും കാണാം. പിന്നെ ഈ വഴിയില്ലേ, ഈ വഴിക്ക് നമുക്ക് താഴെ നമ്മുടെ സിറ്റിയിലേക്ക് ഇറങ്ങിപ്പോവാം കേട്ടോ. സിറ്റിയിൽ നിന്ന് വരുന്ന വഴിയത് ഉണ്ടോ? അതെ, നിങ്ങൾ നടന്നേ വരാം. താഴത്തേക്ക് കേട്ടോ, കുത്തനെയുള്ള വഴിയാണ്. ഈ റോഡേയും കയറിയാലും നമ്മൾ മടുത്തു. കണ്ടോ, കുത്തനെയുള്ള വഴിയാണ്. ഈ നമുക്ക് പുതിയ ടവറൊക്കെ ആട്ടോ ഇത് വന്നേക്കുന്നത്. ഇവിടെ കുറേ മാറ്റേ. കാരണം 3 വർഷമൊന്നും അല്ലല്ലോ. ഞാൻ 2019 ഡിഗ്രി കഴിഞ്ഞത്. അപ്പം ഇത്ര 6 വർഷം കേട്ടോ. ദൈവമേ, 6 വർഷത്തെ മാറ്റങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ. പിന്നെ അമ്പലമാണ് അവിടെ. അമ്പലം എന്തായാലും നമുക്ക് കയറിപ്പോയി നോക്കാം. കുറച്ച് കഴിഞ്ഞിട്ടില്ല, നമ്മൾ തിരിച്ച് വന്നിട്ടില്ല. വെയിലാട്ടോ. ഇവിടെ എന്തോ നട്ടിട്ടുണ്ട്, പയറൊക്കെയാന്ന് തോന്നുന്നു കേട്ടോ. ഗ്രീൻ ഗാർഡൻ. വീട്ടിലെ അമ്പലത്തിൻ്റെ ഉണ്ടോ, നല്ല രസം, നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ. ഭയങ്കര വെയിലാണെങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. ഒരു വിറകിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അവിടെ നിന്നൊന്നും ആരും എടുക്കൂല. അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. അടിപൊളി. ഞാൻ ഇതുവരെ കയറിയിട്ടില്ല കേട്ടോ. നമ്മളങ്ങനെ അതെ, ഞാൻ അമ്പലത്തിൻ്റെ മുറ്റത്തൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും കയറിയില്ല. നമ്മളങ്ങനെ ഇവിടെ അങ്ങനെ കയറലില്ല കേട്ടോ. നാഗങ്ങളുണ്ട് കേട്ടോ. ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഒറ്റയ്ക്കൊക്കെ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവർ വിറക് വർക്കലിൻ്റെ കാര്യം ഇതുവരെ തീർന്നിട്ടില്ല കേട്ടോ. വൈദ്യരെന്ന് പറഞ്ഞ ഒരാൾ താമസിച്ചോർക്കുണ്ടോ ചേച്ചി? പണ്ട് ഇവിടെ വൈദ്യരെന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് താമസിച്ചോർക്കുണ്ട്. വർഗീസേട്ടൻ. വർഗീസേട്ടൻ മരിച്ചു പോയി എന്നാ.
ഇത് തളർന്ന് കിടക്കുക. ഇവിടെ എന്തൊക്കെയോ ബിൽഡിംഗ് ഒക്കെ പണിയാനായിട്ടൊക്കെ തുടങ്ങുകയാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നു കേട്ടോ. ആശുവിനെ മിസ് ചെയ്യുന്നു, അച്ഛനെ മിസ് ചെയ്യുന്നു, പിന്നെ ചെക്കന്മാരെല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അരിയിൽ നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഐ മിസ് യു ഓൾ. അപ്പോൾ അതെ, അമ്പലത്തിൻ്റെ ബാക്കി എന്തോ ഭാഗങ്ങൾ പണിയാൻ വേണ്ടിയിട്ട് വാർത്തിട്ടേക്കാണ്. വാർത്തല്ല, കമ്പി എന്തോ പറയുന്നത്, അതാണ്. വാർത്തിട്ടേക്കുക, കമ്പി വാർത്തേക്കുക. അവിടെയൊക്കെ ഒരുപാടിനി ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ ഒന്നും വീടുകളോ അങ്ങനെയൊന്നും അധികം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ അതെ കുറേ അങ്ങ് സ്ഥലം എടുക്കണം, എന്നിട്ട് റിസോർട്ട് വേണം, അടിപൊളിയായിരിക്കും. മടുത്തോ? നല്ല വെയിലുണ്ട് കേട്ടോ. അതെ, ഇനിയിപ്പോൾ കുറച്ചുകൂടെ പോയത് നമ്മുടെ കോളേജില്ലേ, കോളേജിൻ്റെ വാതക്കിൽ കയറി പോകുന്നേ, അതിൻ്റെ ഇപ്പുറം സൈഡിലിൻ്റെ കുറച്ച്, അതിപ്പോൾ ആൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ, ചോദിച്ചാൽ മതി. എന്ത് കല്ലാമേ? ഇത് അരകല്ല് പൊട്ടിയ തുണി അലക്കാനുള്ള കല്ലൊക്കെ കേട്ടോ, അടിപൊളിയാട്ടോ. എല്ലാവരും പറക്കി കൊണ്ടുപോയിട്ടൊക്കെ കൊണ്ടുപോകാതിരിക്കുമല്ലേ. സ്വന്തമായിട്ട് നടക്കാൻ പറ്റത്തില്ല, കാലിന് വേദന, കൈക്ക് വേദന, കൂട്ടത്തിൽ കരിങ്കല്ലും ചുമക്കണം. ഇവിടെ എന്ത് മാറ്റം വന്നമ്മേ. ഞാൻ ഇവിടെ കൂടെ വരുമ്പോൾ ഒരു വീട് പോലും പേടിയാവും തന്നെ പോകുമ്പോൾ. പിന്നെ ഇതിലധികം പേര് ഞാൻ, രേണു, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ മറ്റേ അവിടുന്ന് വരുന്ന പിള്ളേരൊക്കെ ഉണ്ട്, അവർ നേരത്തെ പോരും. 8:45 ബസ്സിന് പോരുമല്ലോ. ഞങ്ങൾ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ പോരെ, 9:30 വന്നാൽ മതി. ഇവിടെ കറക്റ്റ് 9 മണിക്ക് ഇറങ്ങി 9:30 ഇവിടെ എത്തും. ഞാനും രേണു ഇല്ലാത്ത ദിവസമൊക്കെ ഞാൻ തന്നെയല്ലേ പോകുന്നത്. ചിലപ്പോൾ ഈ രേണു നേരത്തെ പോകും. ഇവിടെ പോയ രീതിയിൽ ഇത് റിസോർട്ടാട്ടോ. ഇതേ നമ്മൾ ഇന്നലെ അങ്ങ് പോയില്ലേ, എവിടെ? എസ് വളവിൽ പോയതല്ലേ? പൊന്മുടി പോയില്ലേ? പൊന്മുടിയിലല്ല, വ്യൂ പോയിന്റിൽ പോയപ്പോ അപ്പൊ ഇതൊരു റിസോർട്ടാട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ, വുഡ് കൊണ്ട് ഉണ്ടാക്കി വെക്കുന്നതാണേ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതെ, ഇത് റോഡ് എത്തിയിട്ടുണ്ട്. നല്ല കാറ്റാട്ടോ, കാറ്റ്. ഞാൻ വരാം. ഞാൻ വരാമ്മ. ആർക്കറിയാം, ഇവിടെയൊക്കെ ഇഷ്ടംപോലെ വീടും റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട്. റിസോർട്ടാട്ടോ, റിസോർട്ടാണോ വീടാണോ? വീടാന്ന് തോന്നുന്നു. എൻ്റെ പൊന്നെ, അടിപൊളി വ്യൂ കേട്ടോ. ഇതൊക്കെ ഇവിടെ ഉള്ള സ്ഥലം തന്നെയാണോ? അടിപൊളി. ആരോ റിസോർട്ട് പണിയാൻ വേണ്ടിയിട്ട് എടുത്തിട്ടേക്കുന്നതാണ് കേട്ടോ. നടന്നാലും ഞങ്ങൾ മടുത്തു കേട്ടോ. എന്തായാലും ഇനിയും നടക്കാനുണ്ട്, അതാണ്. ഇച്ചിരിയോടെ ഉള്ളൂ, കുറച്ചുകൂടെ ഉള്ളൂ. ഈ ഒരു വളവ് കഴിഞ്ഞാലാ, വളവ് നല്ല ഒരു ചെറിയൊരു കയറ്റമൊന്നുമില്ല, ഇനി ഇറക്കവാ. പക്ഷെ ഇതിൽ വന്നോണ്ട് നമുക്ക് അത്ര മടുപ്പ് തോന്നില്ല. താഴെ കൂടെ ആണെങ്കിൽ നമ്മൾ മടുത്തു പോകും. നമ്മുടെ കോളേജിലേക്ക് താഴെ വഴി നമ്മുടെ മെയിൻ റോട്ടിൽ കൂടെ പോകാട്ടോ. പക്ഷെ അത് ഭയങ്കര പാടാ, കയറ്റമാണ്, കയറാൻ പറ്റില്ലാത്ത. നമ്മൾ കുറച്ചുകൂടെ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഇനിയുണ്ട്. വേറെ ഉണ്ട് കേട്ടോ, വേറെയൊക്കെയുണ്ട്. തിരിച്ചു വരുമ്പോൾ പറിക്കാം. ഞാൻ ഒരെണ്ണം പറിച്ചിട്ടുണ്ട്. ഇതേ, എനിക്കിപ്പം കഴിക്കാൻ പറ്റത്തില്ല, കാരണം പല്ല് കമ്പിട്ടൊക്കെ കടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരുമ്പോൾ 2 പറിച്ചിട്ടോ. നല്ല റോട്ടിൽ നിൽക്കുന്നതല്ലേ. ഇറക്കി പറിക്കാൻ നിന്നപ്പോഴത്തേക്കും അവരവിടെ എത്തിയിട്ടോ. ഉണ്ട്, അവരൊപ്പം തന്നെ ഓടിയെത്തട്ടെ. അവിടെ നിന്ന് റോട്ടിൽ നിന്ന് എനിക്ക് പക്ഷെ കടിക്കാൻ പറ്റത്തില്ല. കടിച്ചു തരുമോ?
ചേച്ചിക്ക് വേണോ നോക്കി, നല്ല മധുരം. പേരക്ക വേണോ? നല്ല മധുരം. നല്ല മധുരം. കൊള്ളാട്ടോ. ഓ നല്ല മധുരം. ഈ റോഡൊന്നും ഞാൻ കണ്ടിട്ടില്ല. അല്ലല്ല, കടയിൽ നിന്ന് റോഡ് അറിയില്ലേ? അല്ല, ഇതില് പോവാം. ഈ വഴി അമ്മ താഴത്തേക്ക് പോവാം. അതിൽ പോകാം. എൻ്റെ ഒരു സാറിൻ്റെ വീടാ കേട്ടോ. എന്നെ 10 പഠിപ്പിച്ചേ. എന്താ സാറിൻ്റെ വീടാ? പിറകിൻ്റെ കാര്യം ഇതുവരെ തീർന്നിട്ട്. എനിക്ക് പിറകെ പറക്കാനേ തോട്ടത്തിലൊക്കെ പോയി ആ പെണ്ണുങ്ങൾ കണ്ണു വെച്ചിരിക്കും. അയ്യോ, ആരെൻ്റെ പൊന്നെ, ഒരു സൗണ്ട് പാമ്പായിരിക്കുന്നു. ഇങ്ങനെ നോക്കിപ്പോ, മരത്തക്കടയൊക്കെ നോക്കിപ്പോ, നല്ല കുറേ ഇവിടെ ഉള്ളതെന്നേ. എന്നിട്ട് വെട്ടി വെക്കും ഉച്ചയ്ക്ക് ചോറുണ്ണാതെ. വിറകിന് എത്രത്തോളം പ്രാധാന്യം ഉണ്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. കാരണം ഇവര് വഴിനീളെ വിറക് കണ്ട് കൊതി ഇട്ടുകൊണ്ട് പോകട്ടോ. എൻ്റെ അമ്മമാർക്ക് ഇവർക്ക് ചിലവർക്ക് സ്വർണ്ണത്തോടായിരിക്കും, ചിലവർക്ക് നമ്മുടെ കൊല്ലത്തമ്മയ്ക്ക് പാത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അതുപോലെ ഏലുക്കുട്ടിയമ്മയ്ക്കും ചേച്ചിക്കും വിറകിനോട് പ്രേമം. അവർക്ക് എവിടെ കിട്ടിയപ്പോൾ വിറകിൻ്റെ കാര്യം തന്നെ പറയാനുള്ളൂ. ഒരു വഴി നീളം തന്നെ പറഞ്ഞോളൂ കേട്ടോ. കോളേജിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇന്ന് അവധി, ഇന്ന് സൺഡേ അല്ലേ അവധി കേട്ടോ. അല്ലേ പിള്ളേരെ കാണായിരുന്നു, അറിയൊന്നുമില്ല ആരും. ടീച്ചേഴ്സൊക്കെ ടൂർ പോയിരിക്കുക. ഇതേതാ കോളേജ്. ഇവിടെ എല്ലാം വെട്ടി കൃഷിയാക്കിയിട്ട് ഇതാ അന്ന് പോതമേടായിരുന്നല്ലോ ഇതൊക്കെ. വാഴ വെച്ചാറുണ്ട്. യൂണിവേഴ്സിറ്റി മാറി, UMG അല്ല ഇപ്പൊ. നിംസിന് വിട്ടിട്ട് പോയി. നിംസ് ആശുപത്രിയില്ലേ അമ്മ, അവിടെ എന്നെ ജോലിക്ക് വിളിച്ച മിസ് പറഞ്ഞ. നിംസ് എറണാകുളം, തിരുവനന്തപുരത്ത് നിംസ് ഹോസ്പിറ്റൽ, ഈ കോളേജിൽ നടത്തുന്നവരുടെ ഹോസ്പിറ്റല്. ബോഗിൻവില്ല അടിപൊളിയാട്ടോ. നേരത്തെ ഉള്ളതാറില്ല, ഭംഗിയുള്ള ചെടികളാ. ബോഗിൻവില്ല. അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി മൂന്നൂരോട് സദ്യ. അത് അവിടെ ഇവിടെ നോക്കി സദ്യ. ഓ, വാഴയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇതേ അങ്ങനെ ഇതേ കാണുന്നതാണ് എൻ്റെ കോളേജിൻ്റെ ബാക്ക് വശം. നമുക്ക് കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം താഴെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കൊച്ചു വരാതെ പോകാൻ പറ്റില്ല. ഏത് പറ്റാതെ ഞാൻ കൊച്ചു നാട്ടിന് പോണ കാര്യം, വീട്ടിൽ പോവുകയാണെങ്കിൽ ഇതാണ് കോളേജ്. അത് വൈകിട്ട് പൊടിയും കാറ്റും. ചേച്ചി, ഈ മരിച്ച വീട് എവിടെയാ? താഴെയാണോ? ആ ശരി ശരി. നമുക്കും കുറച്ച് കുഴിച്ചിടാൻ പറ്റിയ ബാ. കാറ്റ് ഭയങ്കര കാറ്റിട്ടോ. താഴെയാണ് മരിച്ചു വീട്ട്. മരിച്ചു വീട്ടിലേക്ക് നമ്മൾ പോകണം. ഇനി എന്തായാലും ഇനി ബാക്കിയെല്ലാം തിരിച്ച് വരുമ്പോൾ വീഡിയോ എടുക്കാം. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ കോളേജിൻ്റെ ഫ്രണ്ട് ഭാഗം. നിംസ് കോളേജാട്ടോ. നിംസ് കോളേജ് എന്നല്ല, നിംസിൻ്റെ യൂണിവേഴ്സിറ്റിയാണ്. SSM കോളേജ് ചാലക്കാട്. എൻ്റെ കോളേജ്, എൻ്റെ കോളേജാണ് എൻ്റെ കോളേജ്. ഓക്കെ, ഇതിൽ താഴത്തേക്ക് പോകണം കേട്ടോ. ഞാണ് പോകുന്നത് കാണുന്ന വീട് കേട്ടോ. എന്തായാലും എടുക്കുന്നില്ല, ബാക്കി തിരിച്ചു വരുന്നിട്ട് കാണാം. വന്നോടത്തോടെ പോവാം. അപ്പോൾ നമ്മൾ കണ്ടിട്ട് തിരിച്ച് കയറി പോവാണേ. അതെ, പൈപ്പ് വെള്ളമുണ്ട്. അതെ, നമ്മളിത് എങ്ങോട്ട് കയറി പോവാണേ. തിരിച്ച് നമ്മൾ പോവാ. ഇതിലേ ഇറങ്ങണം ഇനി. നമ്മളിങ്ങനെയുള്ള വഴികൾ നടക്കുന്നുണ്ട്, നമുക്കത് പാടാം.
ദേവിച്ചേട്ടൻ പോയി തോന്നി. ദേവി ഇവിടെ വരെ വണ്ടിക്കായിരിക്കും വന്നേനെ. ഇതാരാ ഇത്? ഇതാരാ ഇത്? ചേർത്ത് വെച്ചൊരു ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുക്ക്. ഓ ഇതാരാ ഓടുന്നേ? അമ്പോ കൊടുക്ക്. ഇജ എന്നെ മോനെ എവിടെ പോന്ന്? വേഗം കയറിപ്പോക്കോ, പിടിച്ചോണ്ട് പോവല്ലേ. ആ പിന്നെ പോവാ. ബാ ഞാനോ? ഓ വേണ്ട കയറിപ്പോക്കോ. ഞാൻ മേടിക്കും ഇതിനെ. ഇതിന് വേണ്ട, വേറെ ഇല്ല ഇതിനെ മേടിക്കുള്ളൂ. അതാകുമ്പോ വീട്ടിനകത്തിട്ട് വളർത്താം. ഇതിനെ മേടിക്കണ്ടത്. ഇതിനെ മേടിക്കുന്നല്ലേ, ഇതിന്റെ ഈ മോഡൽ ഈ ബ്രീഡ് മേടിക്കണം. ആണോ? വേറെ വിറക് പരിപാടി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങളിത് അവിടെ പോയിട്ട് തിരിച്ചു പോരുവാണ്. അയ്യോ രസമാണ്. വൈകുന്നേരം ഇപ്പം വെയിലങ്ങ് കുറഞ്ഞു, നല്ല കാറ്റ് വരുന്നുണ്ട്. ഈ നടക്കാൻ സുഖം. ഇപ്പം നമ്മൾ ഈ കയറുന്നൊരു കയറ്റം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി സ്പീഡിൽ പോവാം. അപ്പോൾ നമ്മൾ കയറിയിട്ട് അമ്പലമൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അമ്പലം നിങ്ങൾക്ക് വേറൊരു കാണിച്ചു. എനിക്ക് നിങ്ങളെ അമ്പലം കാണിച്ചു തരാൻ പറ്റിയില്ല. വേറെ ഒന്നുമല്ല, ഞങ്ങൾ പകുതിയുടെ എത്തിയപ്പോഴത്തേക്കും ഓട്ടോ ഇട്ട് എന്തായാലും അത്രയും നടക്കണ്ടെന്ന് വിചാരിച്ച് ഓട്ടോയിൽ കയറി. ഇതേ അമ്മച്ചി അവിടെയും കയറി. ഞാൻ ദേ വീട്ടിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെന്ന് റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എപ്പോഴും റെസ്റ്റൊക്കെ ആണല്ലോ. എങ്കിലും നടന്നതിന് ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. പിന്നെ ചായ ഇടണം, ചായ കുടിക്കണം, അങ്ങനെയൊക്കെയാണ് പരിപാടികളൊക്കെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കുകയേ ചെയ്യരുത്. പിന്നെ അടുത്ത വീഡിയോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.